10 വർഷം കഴിഞ്ഞ് നമ്മൾ എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ സ്ഥിതി എന്തായിട്ടുണ്ടെന്ന്. എനിക്ക് ദുഃഖത്തോടെയാണ് പറയാനുള്ളത്, കേരള മോഡൽ എന്ന് പറഞ്ഞ് ഞാൻ ലോകം മുഴുവൻ സംസാരിച്ച് എഴുതി നടന്നൊരു കാര്യമായിരുന്നു. ആ കേരള മോഡൽ ഇപ്പോൾ ഒരു കടത്തിന്റെ മോഡലായി മാറി വന്നിട്ടുണ്ട്. ഈ 10 വർഷക്കാലം ഈ ലെഫ്റ്റ് സർക്കാർ വെറും കടം വാങ്ങി എടുത്തിട്ട് ഇപ്പോൾ ഒരു ബാങ്ക്രപ്റ്റ് സംസ്ഥാനമാക്കി നമ്മളെ മാറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവർക്കും അറിയാം, സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും അവർക്ക് ശമ്പളം കൊടുക്കാനുള്ള പണം കൂടിയില്ല. വീണ്ടും കടമെടുത്തിട്ടാണ് ഓണം ബോണസ് കൊടുക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ കേരളത്തിന്റെ ബഡ്ജറ്റ് നോക്കിക്കോളൂ. എന്താ ഇതിൽ കാണുന്നത്? പലിശ, ഇൻട്രസ്റ്റ് റേറ്റ്, ഡെറ്റ് സർവീസിംഗ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അതും പെൻഷനും മാത്രം കൂട്ടിയാക്കിയ ബഡ്ജറ്റിന്റെ ഭൂരിപക്ഷമായി. വികസനത്തിനെക്കാളും 2 ഇരട്ടി ചെലവാക്കുന്നത് പലിശയിലും ഈ പെൻഷനിലും മാത്രമാണ്. അങ്ങനെയായ എങ്ങനെ കേരളം നന്നാവും? വികസനത്തിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെലവാക്കാൻ കാശില്ലാത്തൊരു സംസ്ഥാനമായിട്ടാണ് നമ്മുടെ സർക്കാർ നമ്മളെ മാറ്റിയിരിക്കുന്നത്. പക്ഷേ അതിനെന്താ ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം എങ്ങനെ കൊണ്ടുവരും? ടാക്സ് ചെയ്തിട്ട് സാധിക്കില്ല. കാരണം നമ്മളുടെ കേരളം ഇപ്പൊ തന്നെ ഇന്ത്യയിൽ എല്ലാം വെച്ച് കൂടുതൽ ടാക്സ് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. നിങ്ങൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കണതോ, ലാൻഡ് പേയ്മെന്റ് കൊടുക്കണതോ, പ്രോപ്പർട്ടി ടാക്സ് അടിക്കണതോ ഒക്കെ വേറെ ഏത് സംസ്ഥാനത്തിനും ഇത്ര വലിയ ശതമാനം അടിക്കുന്നില്ല. സാധാരണ മലയാളികൾക്ക് ഇനിയും ടാക്സ് കൊടുക്കാനുള്ള കഴിവില്ല, ബലമില്ല. അപ്പൊ ടാക്സ് അല്ല സർക്കാരിന് വേണ്ടത്, റവന്യൂ ആണ് വേണ്ടത്. അതിനെന്താ മാർഗം? ഒരു സംശയം എന്റെ മനസ്സിലില്ല. നമ്മുടെ സംസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം. ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാല് വെറും ഈ മുദ്രാവാക്യങ്ങളോട് നടക്കില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. ഇവര് ഇടയ്ക്ക് എല്ലാ വർഷവും വലിയൊരു ചടങ്ങ് നടത്തും, ബിസിനസ്സുകാരെ ക്ഷണിക്കും. പക്ഷേ അവർ വന്ന ശേഷം അവർ ഇൻവെസ്റ്റ്മെന്റ് ഈ സംസ്ഥാനത്തിൽ കൊണ്ടുവന്നിട്ടില്ല എന്നും സത്യമാണ്. അതിന്റെ കാരണം എന്താണ്? ഈ സംസ്ഥാന സർക്കാരിൽ അവർക്ക് വിശ്വാസമില്ല. അതാണ് സത്യം. ഞാൻ എത്ര വ്യവസായികളോട് സംസാരിച്ചിട്ടുണ്ടറിയോ? നമ്മളുടെ വിദേശത്ത് താമസിക്കുന്ന മരുന്നാടൻ മലയാളികളും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവർ പറയുന്നു, ഞങ്ങൾ ഇവിടെ കാശ് കൊണ്ടുവന്ന് ഇറക്കിയാൽ ആ കാശിൽ നമ്മൾക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല, നമ്മൾക്ക് ആ കാശ് തിരിച്ചു കിട്ടും തന്നെ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സ്ഥിതി എത്തിക്കഴിഞ്ഞു.